ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 34ാമത്തെ ക്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു സിഗരറ്റ് പാൻറ് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ദൈവിടം തൊട്ട് ദൈവിടം വരെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് സൈഡിൻ്റെ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് നിവർത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തത് ചീത്ത വശങ്ങൾ തമ്മിൽ നല്ല വശവും വെച്ച് ചീത്ത വശങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ താഴെ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണേ. ഇവിടെ നമുക്ക് താഴോട്ട് മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സ്ലിറ്റും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തും. ഇവിടെ വരെ ഞാനൊരു 5 ഇഞ്ച് ഇട്ടിട്ടുണ്ട് താഴോട്ട്. 5 ഇഞ്ച് ഇട്ടിട്ടുണ്ട് താഴോട്ട്. ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ കൊണ്ട് നിർത്താം. ഇനി അതുപോലെ മറു സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിനേക്കാളും ബാക്കിൽ കുറച്ചുകൂടെ വീതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കണ്ട. സൈഡ് യോജിപ്പിച്ച് പോകുമ്പോൾ അങ്ങ് യോജിപ്പിച്ച് പോയാൽ മതിയേ. ഈ സൈഡും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണേ. നമുക്കവിടെ മടക്കി അടിക്കാനും സ്ലിറ്റ് അടിക്കാനുമായിട്ട് സ്ലിറ്റ് അടിച്ച് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിലും പിന്നെ സിഗരറ്റ് പാൻറ്റിന് നമ്മളിവിടെ ബട്ടൺസൊക്കെ വെച്ച് ചെറുതായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയിടാം. അപ്പം ഞാനിതിലിപ്പം ബട്ടൺസ് ഒന്നും വയ്ക്കുന്നില്ല. സാധാ ഒരു മോഡലാണ് തയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞ താഴെ ഭാഗം മടക്കി അടിക്കുന്നതാണ്. അത് ഇതുപോലെ ഇങ്ങനെ അങ്ങ് മടക്കി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഒരു ഭാഗം ഇതുപോലെ മുകളിലോട്ട് അങ്ങിടും. ഒരു ഭാഗം ഇതുപോലെ മുകളിലോട്ട് ഇട്ടതിന് ശേഷം ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. മടക്കിയിട്ട് നമ്മൾ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം.
ഇതാ തിരിച്ചിട്ട് ഇവിടെ അങ്ങ് തിരിച്ചിട്ട് ഇനി ഇതിന് നമ്മൾ മുകളിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും. ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ മറുഭാഗവും ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനെ നമ്മളിതാ ഇങ്ങനെയൊന്ന് തിരിച്ചിടും. അപ്പം ഇതാ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ച് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരും. ഇനി നമുക്ക് മറു സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഈ പീസ് നമ്മൾ മുകളിലോട്ട് ഇതുപോലെ ഇടണം. ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കും. ഇതുപോലെ കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് സ്ലിറ്റ് തയ്ക്കുന്നത്. സിഗരറ്റ് പാൻറ്റിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ മുകളിലോട്ട് വീണ്ടും അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ വെച്ചതുപോലെ ഈ സ്റ്റിച്ച് ചെയ്ത സൈഡിനെ നമ്മൾ വീണ്ടും മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കും. എന്നിട്ട് മറു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. മറു സൈഡ് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇതിനെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇത് കണ്ടോ, നമ്മളിതാണ്ട സ്ലിറ്റ് നല്ലതുപോലെ വന്ന. അല്ലെങ്കിൽ നമ്മളിവിടെ സ്ലിറ്റ് അടിച്ച് വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കാണും, പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് കാണും. അതിനേക്കാളും എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിട്ടുന്നത് ഇങ്ങനെ സ്ലിറ്റ് തയ്ക്കുമ്പോഴത് ഇതുപോലെ. ഞാൻ സ്ലിറ്റ് മാത്രമായിട്ട് സിഗരറ്റ് പാൻറ്റിൻ്റെ സ്ലിറ്റ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്കത് തിരിച്ച് ഇതിൻ്റെ താഴെ ഭാഗമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും തയ്ച്ചെടുത്തു. ഇനി ഇതിൻ്റെ കാൽഭാഗം ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ല, ഇപ്പോൾ സ്ലിറ്റിൻ്റെ സൈഡ് ഇതാണ്. ഇനി മറുഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ആരെങ്കിലും ചേരാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബ്ലൗസും ചുരിദാറും എല്ലാ മോഡൽ പാൻറ്റും സ്ട്രെയിറ്റ് പാൻറ്റ് എല്ലാം ഉണ്ട്. അതിലെല്ലാം ഓൺലൈൻ ക്ലാസ് പുതിയ ബാച്ച് അടുത്ത മാസത്തേന് ആരംഭിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയേ. അപ്പം പഴയ ഒരു ബാച്ചുണ്ട്, അത് നടക്കുന്നതേ ഉള്ളൂ. അപ്പം പുതിയ ബാച്ച് ഉടനെ തുടങ്ങും. ഇതാ നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിന് നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇതാ ഇവിടെ ഇങ്ങനെ വെറുതെ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് മടക്കി അടിച്ചിട്ട് പിന്നെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി 2 ഇഞ്ചിൽ മടക്കി കൊടുക്കാം. ആദ്യം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഈ പാൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇനി പഠിപ്പിക്കുമ്പം സൈഡിൽ പോക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. അത് സ്ട്രെയിറ്റ് പാൻറ്റിലും പെൻസിൽ ബോട്ടത്തിലുമൊക്കെ പോക്കറ്റുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ഇത്രയും വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഇതിലിടുന്നത്. ഈ വീതിയുള്ള ഇലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ നമുക്കൊരു 2 ഇഞ്ചോളം ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി സ്റ്റിച്ച് ചെയ്യുക. നമുക്കിതിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊന്ന് നിർത്തണം. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ ഈ ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത്, ഇതിപ്പം സൈഡ് വഴിയല്ല, ഞാൻ ശകലം ലൂസ് ഇട്ടിട്ടുണ്ട്, ശകലം കൂട്ടിയിട്ടിട്ടുണ്ട്. ഒന്ന് വലുതാക്കണമെങ്കിൽ വലുതാക്കാൻ പറ്റിയ രീതിയിലാണ്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് ഇട്ടിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ
മോഡലല്ലാതെ നമ്മൾ പടി വെച്ച് തയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പാൻറ്റിലൊക്കെ വരുന്ന പോലെ പടി വെച്ച് തയ്ക്കുന്ന മോഡലുണ്ട്. ആ മോഡൽ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം നമ്മുടെ സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മളിപ്പം തയ്ച്ചെടുത്ത സിഗരറ്റ് പാൻറ്റാണിത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ വേറെ പാൻറ്റ് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിതാ ഇവിടെ ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ 3-4 ബട്ടൺസോ അല്ലെ തുണിയിൽ മടക്കി അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് മുകളിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു സിഗരറ്റ് പാൻറ്റ് ആണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കണം. ഇതാണ് പാൻറ്റ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ.